ഹലോ അനഘ, എവിടെ? എത്ര നേരമായി ഞാൻ വിളിക്കണ്? ഒരു വട്ടം കട്ടാക്കി മനസ്സിലായിക്കോട്ടെ ഞാൻ തിരക്കിലാണെന്ന്. ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് ഞാൻ കുറച്ച് ബിസിയാണ്. സോറി, ഞാനത് അറിഞ്ഞില്ല. ശല്യം. എന്തിനാട് ഒരു ഉളുപ്പില്ലാതെ പെണ്ണിന്റെ പിന്നാലെ എങ്ങനെ പോണത് നേരത്തും? എനിക്ക് അവളെ മറക്കാൻ പറ്റണില്ല അമ്മേ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. എടാ അതിനാ ഇഷ്ടം ഓൾക്കും കൂടി തോന്നണ്ടാ. ഇജ് മാത്രം എഫേർട്ട് ഇട്ടിട്ട് എന്താ കാര്യം? ഈ പറഞ്ഞത് ശരിയാടാ, ഞങ്ങളെ റിലേഷനിൽ ഞാൻ മാത്രമേ എഫേർട്ട് ഇട്ടുള്ളൂ. എന്തിനാ അമ്മേ? അവൾക്ക് ഇനി വിളിക്കാൻ സമയമില്ല, മെസ്സേജ് അയക്കാൻ സമയമില്ല. അവളെ ബാക്കി എല്ലാ കാര്യത്തിനും അവൾക്ക് സമയമുണ്ട്. എടാ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അങ്ങനെ ചിന്തിച്ചാൽ തീരുമാന പ്രശ്നമില്ലടാ ഉള്ളൂ. പക്ഷെ എനിക്ക് അവളില്ലാതെ പറ്റണില്ലടാ അമ്മ. തുടക്കത്തിലൊക്കെ എപ്പോഴും വിളിക്കുമായിരുന്നു, ഭയങ്കര കാര്യമായിരുന്നു. പിന്നെ പിന്നെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് തരാൻ സമയമില്ല, പിന്നെ പരിഗണിക്കണില്ല. എന്താണെന്ന് അറിയില്ല അമ്മേ. എന്തറിയാനടാ, ഇത് തേപ്പന്നെ. തുടക്കത്തിലുള്ള ഇഷ്ടമൊന്നും പിന്നെ ആർക്കും അങ്ങോട്ട് ഉണ്ടായിന്ന് വരില്ലടാ, മനുഷ്യന്മാരല്ലേ. എടാ ഇജോളെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് എന്തിനൊരു തീരുമാനം ഉണ്ടാക്കിയാളെ. വെറുതെ എന്തിനാ ഓളെ പിന്നാലെ നടന്ന് സമയം കളയുന്നു? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എന്തോ സിയർ എന്റെ പ്രശ്നം? എന്തിനാ പിന്നെ കാണണമെന്ന് പറഞ്ഞേ? അനക, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. അനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലേ? കുറെ ആയില്ല എന്നിട്ട് കളിപ്പിക്കണ്, അല്ലെങ്കിൽ അല്ലാന്ന് പറയും. എടാ ഇത് ചോദിക്കാനാണോ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? അനക്ക് വേറെ പണിയൊന്നുമില്ലേ? അനക, ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയും. കുറെ ആയില്ല എന്നിട്ട് പൊട്ടനാക്കണ്. സത്യം പറഞ്ഞാൽ എനിക്ക് പഴയ ഫീലിങ്സ് ഒന്നുമില്ല. പിന്നെ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മടുത്ത്. എന്നാ എനിക്ക് നേരത്തെ പറയായിരുന്നില്ലേ ഇഷ്ടമല്ലാന്ന്? എന്തിനാണ് ഇതിന്റെ സമയം കൊണ്ടേ കളഞ്ഞ്? എന്തിനാണ് ഇങ്ങനെ പൊട്ടനാക്കിയത്? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ചാവാൻ പോകുന്ന എന്നോടൊക്കെ ഞാൻ എന്ത് പറയാനടാ? എനിക്ക് ഇഷ്ടമല്ല. എന്റെ ബാക്കിലൊന്നും വരാതിരിക്കുവോ? ഇഷ്ടമല്ലെങ്കിൽ നേരത്തെ പറയായിരുന്നു അനക. ഈ കാരണം എൻ്റെ ജീവിതത്തിൽ കുറച്ച് വർഷങ്ങളാണ് നഷ്ടമായത് എനിക്ക്. ഇനി എൻ്റെ ബാക്കിൽ ഞാൻ വരൂല. നമ്മളെവിടെയാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ കാണിക്കുന്നത്? ഒരു പക്ഷെ അവിടെ ആയിരിക്കും നമ്മൾ ആദ്യം തോറ്റുപോകുന്നത്. ആരും ജീവിതം വെച്ചൊന്നും കളിക്കരുത്. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് വായർന്ന് പറയണം. എല്ലാവരുടെ സമയത്തിനും വാല്യൂ ഉണ്ട്. സത്യം അർത്ഥമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ആദ്യം എല്ലാ കാര്യത്തിലും ഒരു മധുരം തോന്നും, പിന്നീട് ആവുമ്പോഴാണ് കഴിക്കുന്നത്. അപ്പം എന്ത് തന്നെ ആയിരുന്നാലും വെട്ടി തുറന്ന് പറയുക. എന്ത് കാര്യമായിരുന്നാലും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറോട് പറയുക. കാരണം അവര് വിചാരിച്ചിരിക്കുന്നത് അവര് നിങ്ങൾ നല്ല രീതിയിൽ സമയം കിട്ടുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കളവ് മറയ്ക്കാനൊന്നുമില്ല എന്ന്. എന്നിട്ട് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സമയം കിട്ടുന്നില്ല, ഞാൻ ബിസിയാണ്, ഞാൻ വിളിക്കാം എന്നൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ അതങ്ങ് പറയുക. ചുമ്മാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസും ഈ സമയവും വെച്ച് ദയവ് ചെയ്ത് കളിക്കാതിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം. ഇവിടെ സീൻ ഉണ്ടാക്കല്ലേ, ഞാൻ പറഞ്ഞതല്ലേ, ഓവർ. ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വന്നതല്ല. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. വേണ്ട, എനിക്ക് നീ പറയണ കേൾക്കണ്ട. നിന്നെ കാണുന്ന കൊണ്ട് എനിക്കിപ്പോ വെറുപ്പാ. എന്റെ വിസ റെഡിയായി, UK ആണ്. നിന്റെ കൂടെയുള്ള മെമ്മറീസ് ആണ് എന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പാർട്ട്. എവിടെയാണെങ്കിലും നീ ഹാപ്പി ആയിട്ടിരിക്കും. സത്യ, നമ്മളെ ലൈഫിൽ നിന്ന് അത്രയ്ക്കും ഇറങ്ങി പോയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അവരെ അങ്ങ് പോകാൻ വിടുക. അതാണ് അത് ചെയ്യേണ്ട നമ്മുടെ കാര്യം. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച കുറച്ച് നല്ല മൂവ്മെന്റ്സ് ഇല്ലേ, അതൊക്കെ മനസ്സിൽ കോർത്തിണച്ച് അങ്ങ് മുന്നോട്ട് പോവുക. പിന്നെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളാണെങ്കിൽ നമുക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അവര് നമ്മളോട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ക്ഷമിച്ച് വിടുക, ഫൊർഗീവ് ചെയ്യുക. അപ്പൊ തന്നെ നമ്മൾ ഏകദേശം ഒന്ന് ഓക്കെ ആവും. അതിലുപരി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെയും നമ്മൾ യാചിച്ച് അവരുടെ മുമ്പിൽ പോയി നിൽക്കരുത്. അതാണ് ലെറ്റ് ദം ഗോ. അവരെ പാട്ടിന് വിടുക, അത്ര തന്നെ.